കാലിക്കറ്റ് സർവകലാശാലയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. SFI പ്രതിഷേധം നിലനിൽക്കെ ഗവർണർ പങ്കെടുക്കുന്ന സെമിനാർ കാലിക്കറ്റ് സർവകലാശാലയിൽ ഉടൻ തുടങ്ങും. അതേസമയം SFIയുടെ വൻ പ്രതിഷേധവും അവിടെ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, SFIയുടെ പ്രതിഷേധമാണ് കാണാൻ കഴിയുന്നത്. ഗവർണർ എപ്പോൾ സർവകലാശാലയ്ക്കുള്ളിലേക്ക് എത്തും? സെമിനാർ എപ്പോൾ ആരംഭിക്കും? എത്ര പേർ പ്രതിഷേധിക്കാനുണ്ട്? നൂറുകണക്കിന് പേർ ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എത്തിയിരിക്കുന്നു. പ്രതിഷേധം ഈ ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിന് സമീപത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ട്, പക്ഷേ ആ ബാരിക്കേഡിന് സമീപത്തുള്ള മതിൽ ചാടി നിരവധി SFI പ്രവർത്തകർ ഇപ്പോൾ റോഡിലേക്ക് ചാടിയിരിക്കുകയാണ്. ഇവരും പോലീസും ഇപ്പോൾ ഇവിടെ കയ്യങ്കളി നടത്തുന്നു. അവരെ പലരെയും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് പോലീസ് ബാരിക്കേഡ് വെച്ച് പലരെയും തടഞ്ഞിരുന്നു. പക്ഷേ അത് മറികടന്നുകൊണ്ട് പല വിദ്യാർത്ഥികളും SFI പ്രവർത്തകരും ഇപ്പോൾ അത് മതിൽ ചാടി ഇപ്പുറത്തേക്ക്, അതായത് ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിന്റെ പരിസരത്തേക്കുള്ള റോഡിലേക്ക് പ്രവേശിച്ചു. ഇവരെയാണിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള SFI വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരിപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. തൊട്ടപ്പുറത്ത്, ബാരിക്കേഡിനപ്പുറത്ത് നൂറുകണക്കിന് SFI പ്രവർത്തകർ കറുത്ത ബനിയനും കറുത്ത ബലൂണുമെല്ലാം ധരിച്ചുകൊണ്ട് വി നീഡ് ഗവർണർ നോട്ട് സവർക്കർ എന്ന ബാനർ ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തുന്നു. തൊട്ടിപ്പുറത്ത് ബാരിക്കേഡ് മറികടന്ന് മതിൽ മറികടന്ന് വന്ന SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം, അത് തടയാനുള്ള SFI പ്രവർത്തകരുടെ ശ്രമം നടക്കുന്നു. ആ രീതിയിൽ ഒരു കയ്യാങ്കളിയിലേക്ക് ഇപ്പോൾ പ്രതിഷേധം നീങ്ങിയിരിക്കുന്നു. വളരെ പെട്ടെന്നാണ് ഈ രൂപമാറ്റം സംഭവിച്ചിരിക്കുന്നത്. അല്പം മുമ്പാണ് നൂറുകണക്കിന് SFI പ്രവർത്തകർ ക്യാമ്പസിനകത്തു നിന്നും മുദ്രാവാക്യം വിളികളുമായി ഇങ്ങോട്ട് എത്തിയത്. അവർ ബാരിക്കേഡിന് മുമ്പ് അവിടെ നിന്നുകൊണ്ട് അവിടെ പ്രതിഷേധം മുദ്രാവാക്യം മുഴക്കിയിരിക്കുകയാണ്. വളരെ പെട്ടെന്നാണ് അപ്രതീക്ഷിതമായി ഇരുഭാഗത്തുമുള്ള മതിൽ ചാടിക്കടന്നുകൊണ്ട് SFI പ്രവർത്തകർ ഈ ഭാഗത്തേക്ക് റോട്ടിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ചാൻസലർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൽ ഉള്ള ആ ഭാഗത്തേക്കുള്ള റോട്ടിലേക്ക് ചാടിക്കയറിയത്. അവരെയാണ് ഇപ്പോൾ പോലീസ് നേരിടുന്നത്. അവരെ പലരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ഇതിന് വഴങ്ങാത്തവരെ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പുറത്ത് SFIയുടെ പ്രതിഷേധം തുടരുകയും ചെയ്യുന്നുണ്ട്. ഷഹീദ്, ഗവർണർക്ക് പോകേണ്ട വഴി ഇതുവഴിയാണ്. ആ മേഖലയ്ക്ക് തൊട്ടടുത്താണോ ഈ പ്രതിഷേധം ഉണ്ടായത്? പ്രവർത്തകരെ അതിനു മുൻപിട്ട് ഗവർണർ വരുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുക, ഇതാണോ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? എത്രത്തോളം പോലീസ് സന്നാഹം ഈ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ടൊക്കെ ഉണ്ട് അവിടെ? ഗവർണർ ഗസ്റ്റ് ഹൗസിലാണ് ഇപ്പോഴുള്ളത്. തൊട്ടടുത്താണ് സെമിനാർ ഹാൾ, ഈ പരിപാടി നടക്കുന്ന സ്ഥലമുള്ളത്. ഇതിന് രണ്ട് ഭാഗത്തായി SFIയുടെ പ്രതിഷേധം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അത് തടയാൻ വേണ്ടി ബാരിക്കേഡുമായി അവിടെ പോലീസ് നേരത്തെ നിലയുറപ്പിച്ചിരുന്നു. പ്രധാന പ്രവേശന കവാടത്തിൽ ASFന്റെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. അവിടെയും പോലീസ് നിലയുറപ്പിച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ SFIയുടെ പ്രതിഷേധം പ്രഖ്യാപിച്ച സ്ഥലത്ത് ബാരിക്കേഡിന് മുന്നിലേക്ക് അല്പസമയം മുമ്പാണ് നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനമായി എത്തി പ്രതിഷേധം ഉയർത്തിയത്. അവിടെ പോലീസ് അവരെ തടഞ്ഞു. അവിടെ പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തി, കറുത്ത ബലൂണുകൾ ആകാശത്തേക്ക് ഉയർത്തി. ആ രീതിയിൽ അവർ പ്രതിഷേധിച്ചു. അവരെ പ്രതിഷേധ പ്രകടനം തടഞ്ഞു എന്ന ആത്മവിശ്വാസത്തിൽ പോലീസ് നിൽക്കുമ്പോഴാണ് ഇരുവശത്തുമുള്ള മതിൽ ചാടിക്കടന്ന് കറുത്ത ബനിയനുകളും പ്രതിഷേധ ബാഡ്ജും ഒക്കെ അറിഞ്ഞ SFI പ്രവർത്തകർ ചാടിയെത്തിയത്. അതായത് ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന വഴിയിലേക്ക് അവർ ചാടിക്കയറുകയായിരുന്നു. ഇത് അപ്രതീക്ഷിതമായിരുന്നു. ഉടൻ തന്നെ പോലീസ് അവരെ നേരിടാൻ ഒരുങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ പ്രവർത്തകരെ മുഴുവനായും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ കയറ്റിയിരിക്കുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള പ്രതിഷേധം പ്രതീക്ഷിക്കുന്നു. പോലീസ് പ്രതീക്ഷിക്കുന്നു. സെമിനാർ ഹാളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിഷേധം മുന്നിൽ കാണുന്നുണ്ടോ പോലീസ്? അങ്ങനെ ഇന്റലിജൻസ് സംവിധാനവും ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഏത് തരത്തിലുള്ള തുടർ പ്രതിഷേധങ്ങൾക്ക് സാധ്യത ഉണ്ട് എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്? വളരെ കൃത്യമായ രീതിയിൽ തന്നെ നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കി പാസ് നൽകിയുള്ളവരെയാണ് സെമിനാർ ഹാളിലേക്ക് കടത്തിവിടുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ രീതിയിൽ തന്നെ സജ്ജീകരണം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ സംഘാടകർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് അതിനുവേണ്ടി മുന്നിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള പഴുതുകൾ ഉപയോഗിച്ച് SFI പ്രതിഷേധം ഏതെങ്കിലും തരത്തിൽ ഇടത് വിദ്യാർത്ഥി സംഘടന പ്രതിഷേധവുമായി എത്തുമോ എന്നൊരു ആശങ്ക, അത്തരത്തിലുള്ള ഒരു സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ എല്ലാവിധ പരിശോധനകളും ശക്തമാക്കുവാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ഒരു നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ അപ്പോഴും അതെല്ലാം മറികടന്നുകൊണ്ട് പ്രതിഷേധക്കാർ അവിടെ എത്തുമോ എന്നുള്ള ഒരു ആകാംക്ഷ, അല്ലെങ്കിൽ അത്തരമൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഗവർണർ പരിപാടി പ്രസംഗിക്കുന്ന ആ ഹാളിനകത്ത് പ്രതിഷേധമുണ്ടാവുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. അത് ഒഴിവാക്കാനുള്ള അതിജാഗ്രതയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇപ്പോൾ കടന്നുപോയ പ്രവർത്തകർ, അതായത് ബാരിക്കേഡ് മറികടന്ന് പുറത്തേക്ക് വന്ന പ്രവർത്തകർ, മതിൽ ചാടിക്കയറി വന്ന പ്രവർത്തകർ, അവർ അത് നേരെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സെമിനാർ ഹാളിലേക്ക്, അല്ലെങ്കിൽ അവിടെയൊക്കെ പോലീസിന്റെ ബന്ധമുണ്ട് ബാരിക്കേഡുകൾ. പക്ഷേ അതെല്ലാം മറികടന്ന് പോവുകയാണെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇത് പ്രത്യക്ഷ പ്രതിഷേധമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനകത്ത് സൂക്ഷ്മമായി സ്ക്രൂട്ടനി നടത്തി പഴുതടച്ചുള്ള ആളുകൾ ഉള്ളിൽ കയറ്റിയെങ്കിൽ പോലും ഏതെങ്കിലും പ്രതിഷേധക്കാർ ഉള്ളിലുണ്ടാകുമോ
എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ സെമിനാർ നടക്കുന്ന സമയത്ത് ഗവർണർ സംസാരിക്കുന്ന സമയത്ത് പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ അത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഏതെങ്കിലും അത്തരത്തിലുള്ള ജാഗ്രത പോലീസ് ഭാഗത്തു നിന്നും പാലിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അടുത്ത പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് SFI ഉൾപ്പെടെയുള്ള ഇടതു വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തുള്ളത് എന്നുള്ളത് തന്നെയാണ്. അവരുടെ പ്രതിഷേധത്തിന്റെ ചൂട് അതിതീവ്രമാണ്.